കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉഴുന്നുകൊണ്ടുള്ള ഒരു ടേസ്റ്റി വിഭവമാണ്. ഉഴുന്നുകൊണ്ടുള്ള ഒരു ബോണ്ട വളരെ ടേസ്റ്റിയാണ്. നമുക്കിനി ബോണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉഴുന്ന് ബോണ്ടയ്ക്കായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ഉഴുന്നാണ്. ഉഴുന്ന് ഞാൻ 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ മാത്രം വെള്ളത്തിലിട്ട് കുതിർത്താൽ മതി. കൂടുതൽ നേരം വെള്ളത്തിലിട്ട് കുതിർത്തേണ്ട ആവശ്യമില്ല. കൂടുതൽ നേരമായാൽ അത് നമുക്ക് ബോണ്ട ഉണ്ടാക്കുന്ന നേരത്ത് കുറേ എണ്ണ വലിച്ചെടുക്കും. അതുകൊണ്ട് നമുക്ക് അധികം നേരം കുതിർത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി, വേപ്പില, മല്ലിയില ഇതൊക്കെ ചെറുതായി അരിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ റവ. ഇത്രയും സാധനങ്ങളാണ്. നമുക്കിനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്ന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. കുതിർത്ത ഉഴുന്ന് ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടില്ല. മിക്സിയുടെ ജാറിൽ പകുതി ഉഴുന്ന് ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. കുറേ വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് നമുക്ക് പതുക്കെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ 2 സ്പൂൺ വെള്ളം ചേർത്താണ് അരച്ചെടുത്തത്. ഇനി 2 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി അരച്ചെടുക്കാം. ഒറ്റയടിക്ക് അരച്ചെടുത്താൽ അത് നന്നായി അരയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. നമ്മുടെ ഉഴുന്ന് ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ വെള്ളം കൂടിയാൽ നമുക്ക് ബോണ്ട ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. കണ്ട, ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. ബാക്കിയുള്ള ഉഴുന്നും നമുക്കിതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഉഴുന്ന് ഞാനിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ റവയാണ്. റവ ചേർക്കണത് നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയാണ്. അത് നമുക്ക് റവയും ഈ ഉഴുന്നിക്കൂടെ ചേർത്ത് മിക്സ് ആക്കാം. ഞാനിവിടെ ഉഴുന്നും റവയും കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കാം. അത് എന്നാലും അതിൻ്റെ റവ വെള്ളം വന്ന് കുതിർന്ന് വരണം. അതിന് വേണ്ടിയാണ്. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഉഴുന്ന് മാവ് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്ന തേങ്ങ ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില, 1 പീസ് ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി. ഇതും എല്ലാം കൂട്ടിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. തൈരും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ ചട്നിക്കുള്ളത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പം നല്ലോണം അരഞ്ഞു കിട്ടും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ചട്നിയിലേക്ക് കടുക് വറുത്തിടാം. അതിനായിട്ട് ഞാൻ പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 3 വറ്റൽമുളകും 1 തണ്ട് വേപ്പിലയും കൂടി ആഡ് ചെയ്യാം. കടുക് നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ചട്നിയിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ചട്നി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കാം. നമ്മുടെ ഉഴുന്ന് മാവ് വെച്ചിട്ട് 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പോലെ കുറച്ച് നേരം ബീറ്റ് ചെയ്യണം. അപ്പോഴാണ് അതിങ്ങനെ നല്ല പൊന്തി വരും. ബീറ്ററില്ലാത്ത ഒരു ഫോർക്ക് വെച്ചായാലും ബീറ്റ് ചെയ്തെടുത്താൽ മതി. 10 മിനിറ്റോളം നമ്മൾ ഈ മാവ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി ബീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോണ്ട നന്നായി വരില്ല. നല്ല സോഫ്റ്റായിട്ട് വരണമെങ്കിൽ നല്ലോണം ബീറ്റ് ചെയ്യണം. മാവ് നന്നായി അരിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് കുറച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ കണ്ടോ ഇതുപോലെ പൊന്തി കിടക്കും. അപ്പോൾ നമുക്ക് നന്നായി അരിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. നന്നായി അരയാത്ത മാവാണെങ്കിൽ അത് വെള്ളത്തിലാകെ കലർന്ന് പോകും. ഇതിപ്പോൾ നന്നായി അരിഞ്ഞിട്ടുണ്ട്. കണ്ടോ പൊന്തി കിടക്കുന്നത്. ഇനി
നമുക്കിത് ബോണ്ടയാക്കാൻ നോക്കാം. നമുക്കിനി ഈ മാവിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ഉണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, ഇതും കൂടിയിട്ട് നല്ലോണം മിക്സാക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക്, 1 സ്പൂൺ കുരുമുളകാണ്, ക്രഷ് ചെയ്തതാണ്, അതും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സാക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സാക്കുക. നമ്മൾ ഉഴുന്നുവട സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എന്നാലും ഇതിനൊരു വേറെ ടേസ്റ്റാണ്. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കഴിക്കണ ഒരു ഉഴുന്ന് ബോണ്ടയുടെ ടേസ്റ്റാണ്. നമ്മുടെ ബോണ്ടയ്ക്കുള്ള മിക്സ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ബോണ്ട ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്താക്കുന്നത്. വെളിച്ചെണ്ണേനേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിലായിരിക്കും. വെളിച്ചെണ്ണയാകുമ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഒന്ന് പതുക്കെ വെള്ളത്തിലൊന്ന് നനച്ച് ഈ മാവിൽ നിന്ന് കുറച്ചെടുത്ത് കൈ കൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് ബോൾ പോലെ ഇട്ട് കൊടുക്കാം. തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുറം ഭാഗം മാത്രം പെട്ടെന്ന് അല്ലെങ്കിൽ കരിഞ്ഞു വരും, ഉൾഭാഗം വേവുമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തീ ഇടാൻ നോക്കുക. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബോണ്ട ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഉഴുന്ന് ബോണ്ട റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. വളരെ സോഫ്റ്റാണ്, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഉള്ളു വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കണം. തേങ്ങാ ചട്നി കൂട്ടി ഇത് കഴിക്കണം, കണ്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പതിവ് പോലെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇനി കാണുന്നത് വരെ ഗുഡ് ബൈ.